എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ഈ സാധനം നശിപ്പിക്കില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണം കിട്ടുകയില്ല, ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ. അതേസമയത്ത് ചൈനയെ ഇന്നും ദുർബലമല്ല, അവിടെ കൂടിയിരിക്കുന്ന എന്നാ അട്ടിയും ഉണ്ടാക്കിയേക്കണം നടക്കുക. അട്ടിയില്ലേ, എന്നിട്ട് 3 പേരോ 4 പേരോ ആ അട്ടിക്കകത്ത് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. പുറത്തിറങ്ങി അതിൻ്റെ അകത്ത് വേവിച്ച് സ്വന്തം തിന്നണം. അവർക്ക് പുറത്തിറങ്ങി അവരുടെ അഭിപ്രായമോ മറ്റൊരു കാര്യമോ പറയാൻ പറ്റില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മാവോയിസ്റ്റുകളുടെ പട്ടികയില വിടുന്നത് വിടും. അപ്പോൾ അതെല്ലാം പിന്നെ ഞാൻ അത് ഞാൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ സ്ഥിതിയില് ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയായി കാണേണ്ടതും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞ കഴിഞ്ഞ സെൻസസ് 155 ഇപ്പം 2021 അപ്പം എന്തായാലും ജനസംഖ്യയില് വലിയ വ്യതിചലനങ്ങളില്ലാതെ തന്നെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഒരു ഐശ്വര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഭൂവിസ്തൃതിയിലോട്ടും ഗുണപരമായ അവസ്ഥയിലല്ല ഇന്ത്യ. അല്ല, ഭൂവിസ്തൃതിയിലെ ഒരു ഗുണപരമായ ഒരു അവസ്ഥയില്ല. അതേകണക്ക് തന്നെ ഇത്രയും ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പരിരക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെ ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ അല്ലാതായി ചുരുങ്ങിക്കൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ഭാവിയിൽ നമുക്ക് പിള്ളേരുണ്ടായാലും അല്ലെങ്കിൽ ആശയങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം, ഒരു ഗുണപരമായ വശം വരുന്നു. ആധുനിക സമൂഹത്തിൽ ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയനിലൊക്കെ വന്നിരിക്കുന്ന ഈ ഇതില്ലേ സൗന്ദര്യവൽക്കരണം, അത് കണക്ക് തന്നെ വേറെ ചില രൂപങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് ആളെ ഇല്ലാതാക്കുന്ന രൂപങ്ങൾ വന്നിട്ടുണ്ട്. ആ സാധനം പേര് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. ഫാർമസ്യൂട്ടിനെ പറ്റി അറിയാവുന്നതാണ്. അത് പറഞ്ഞു അവരെ പറ്റി സർവേ ചെയ്യണം. സർവേ ചെയ്തിട്ട് കാര്യങ്ങൾ. പിന്നെ ഇതല്ലെങ്കിൽ അടിമാലിയുണ്ട്, ഇവിടെയുണ്ട്, ഈ ജില്ലയില് തൊടുപുഴ. നമ്മൾ അന്ന് അതേ ഇടപെടൽ കൊണ്ട് എണ്ണത്തിൽ ഒരുപാട് എണ്ണം വന്നില്ല. അതല്ലാതെ ഇല്ലെങ്കിൽ ഇന്നും ഉറപ്പ് ആളുകളുടെ എണ്ണം ഭീകരമായി വരും. ഇപ്പൊ ഞങ്ങൾ കൂടി ഒരു വാർത്ത കൊടുക്കാനായിട്ട് നാളത്തേക്കുള്ളൂ പിരിഞ്ഞു ഒരു ടീം. ഇപ്പൊ ഇവിടെ ഉരുൾപൊട്ടലിലല്ല, മഴ പെയ്തല്ലോ. മഴ പെയ്യുമ്പം പോലും ഇവര് ഈ പൈസ കൊടുക്കാൻ പറ്റാത്ത ആളുകളുടെ ഒരു ക്രൈറ്റീരിയ നിൽക്കുന്നു. ബാങ്കിൽ പൈസ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ അവര് ബാങ്ക് ജപ്തി ചെയ്യുകയും ഓടിക്കുമെന്നും പറഞ്ഞില്ല വരുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ജപ്തി ചെയ്യുന്നതാണല്ലോ അപ്പം ഈ വ്യവസ്ഥ വെച്ചുകൊണ്ട് അന്നത്തെ ഈ വ്യവസ്ഥയിൽ അവർ ചെയ്തിട്ടുള്ളതിൽ മാത്രമായിട്ടാണ് അന്ന് നമ്മളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് വന്നത് എന്ന് പറയുന്നത്. ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 125 വന്നു. പക്ഷേ അതേസമയത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു ഗ്രാഫ് ലെവൽ നോക്കുകയാണെങ്കിൽ അത്ര 25% കിട്ടും.